പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു പുതിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഒരു തിങ്കൾ ദിനം വലിയൊരു അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും ദിനമാകട്ടെ. ഇന്ന് നമ്മുടെ സെൻറ്ററിൽ നമ്മുടെ പ്രേക്ഷിതരുടെ കൂട്ടായ്മയാണ് കേട്ടോ. അതുപോലെ തന്നെ നാളെ നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു മേഖല നമ്മളുടെ കാറ്റീസൺ ടീച്ചേഴ്സിൻ്റെ വൺ ഡേ ഒരു പ്രയർ റിട്രീറ്റ് ആണെന്ന കാര്യം അറിയില്ല. ഒരു പവർ റിട്രീറ്റ് ആണ്. രാവിലെ 9:30 തുടങ്ങി നമ്മുടെ കാറ്റീസൺ ടീച്ചേഴ്സിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം ആ വിധത്തിൽ പ്രാർത്ഥിക്കണം. പിന്നെ നോക്കിയേ, വരുന്ന വ്യാഴാഴ്ച തുടങ്ങി നമ്മുടെ താമസിച്ചുള്ള ധ്യാനം ആരംഭിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അത് ഓർക്കണം. കുറേ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഹല്ലേലൂയ. പിന്നെ നിങ്ങൾ നമ്മുടെ ഒരു പ്രയർ ടീമായിട്ടാണ് കേട്ടോ. നമ്മളൊരു കുടുംബമായിട്ടാണ് ഇത് കാണുന്നത്. നമ്മൾ കുറച്ച് പേരാണുള്ളത്. നിങ്ങളെ ശരിക്കും ഒരു കുടുംബമായിട്ടാണ് അച്ഛൻ കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങളതിൽ പലരും അച്ഛനെ കണ്ടിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ശരിക്കും ഒരു ആത്മാവിൽ ഒരു കുടുംബമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് കുടുംബാംഗങ്ങളോട് എന്നതുപോലെ അച്ഛൻ പറയുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് ഒരു ഡെലിവറൻസിൻ്റെ ശരിക്കും തിന്മേനെ ബന്ധിക്കുന്ന ഒരു വചനമാണ്. അച്ഛന് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വചനമാണ്. ലേവ്യർ 26:13. നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ നുഖത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. അതായത് നിങ്ങളിങ്ങനെ ഇരിക്കാനായിട്ട് നിങ്ങളങ്ങനെ കൂനിപ്പോകാതിരിക്കാൻ നിങ്ങളുടെ ഒരു നുഖം പിശാചി വെച്ചിട്ടുണ്ട്. പാപത്തിന്റെ നുഖം. ആ നുഖം കർത്താവ് പൊട്ടിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ, അശുദ്ധിയുടെ, മ്ലേച്ഛതയുടെ, മദ്യപാനത്തിന്റെ, ആസക്തിയുടെ, ആത്മീയ ജീവിതത്തിൽ ലൗകായികത്വത്തിന്റെ, ആത്മീയ മന്ദതയുടെ ഒക്കെ മുഖങ്ങളെ കർത്താവ് പൊട്ടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഓരോ മകനിലും ഓരോ മകളിലും ഈ വചനം ഒരു അനുഗ്രഹമായും അഭിഷേകമായും തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.